എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലൂ സ്റ്റാർ ഇൻവെർട്ടർ AC-യുടെ PCB ആണ്. E1 എററായിട്ടാണ് ഈ ഒരു PCB നമുക്കിവിടെ റിപ്പയറിങ്ങിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡൽ PCBയിൽ E1 എറർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എററാണ്. ഏകദേശം ഒരു 5 മിനിറ്റോളം ഓൺ ചെയ്തിട്ടപ്പോഴത്തേക്കും എനിക്ക് ഇവിടെ E1 എറർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് E1 എറർ ഇതിനകത്ത് വന്നതെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ ഞാനിവിടെ കണക്ഷൻ കൊടുത്തപ്പോഴത്തേക്കും ഒരു കാര്യം നോട്ടീസ് ചെയ്തായിരുന്നു. ഔട്ട്ഡോർ യൂണിറ്റിൽ പവർ എല്ലാം കൊടുത്തിട്ടുണ്ട്, എല്ലാ വയറിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഔട്ട്ഡോർ യൂണിറ്റിലോട്ട് സപ്ലൈ പോകുന്നുണ്ട്, പക്ഷേ ഔട്ട്ഡോർ യൂണിറ്റ് ഓൺ ആകുന്നില്ല. മേ ബി അതിനകത്ത് എന്തെങ്കിലും ഷോർട്ടിങ്ങോ അല്ലെങ്കിൽ ഫ്യൂസ് ഓപ്പൺ ആവാനോ സാധ്യതയുണ്ട്. നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഔട്ട്ഡോർ യൂണിറ്റ് PCB ആണ് റിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഔട്ട്ഡോർ യൂണിറ്റ് PCBയിലാണ് നമുക്കിവിടെ കംപ്ലൈൻറ്റ് കണ്ടിരിക്കുന്നത് കൊണ്ട് ഔട്ട്ഡോർ PCB എടുത്ത് അതിനകത്ത് എന്താണ് പ്രശ്നമെന്ന് നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കണക്ഷനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഔട്ട്ഡോർ PCB മാത്രമായിട്ട് ഒന്ന് എടുത്ത് വെച്ചിട്ട് ഞാനിപ്പോൾ ഔട്ട്ഡോർ PCB മാത്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പവർ ഓൺ ആക്കാത്തതെന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഫ്യൂസ് വരുന്നുണ്ട്, PTC നല്ല ചൂടായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇൻറ്റേർണലി ഷോർട്ടിങ് ഉള്ളത് കൊണ്ടിട്ടാണ് നമ്മുടെ PTC ചൂടായിരിക്കുന്നത്, നല്ല ചൂടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയർ, IGBT ഡയോഡ്, സ്വിച്ചിങ് ഡയോഡ്, ഇതെല്ലാം നമ്മൾ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബാക്ക് സൈഡിൽ ഈ ഒരു പോർഷൻ നമ്മുടെ റെക്ടിഫയർ ഡയോഡ് വരും. ഇവിടെ സ്വിച്ചിങ് ഡയോഡ്, ഇവിടെ IGBT, ഇത് IPM. അപ്പോൾ മൂന്നും ഈ ഒരു ഹീറ്റ്സിങ്ങിന് അടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഹീറ്റ്സിങ് ഇളക്കണതിന് മുന്നേ നമുക്ക് ഈ 4 കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കാം. ഏറ്റവും കൂടുതൽ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നത്, എല്ലാത്തിലും കണ്ടിട്ടുള്ളത് ഈ IGBT ഷോർട്ടഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ അത് തന്നെയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്, IGBTയിൽ ഷോർട്ടിങ് ഉണ്ടോ ഇല്ലയോ എന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ മൾട്ടിമീറ്റർ ബീപ്പ് മോഡിലാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് IGBTയുടെ ഗേറ്റ് എമിറ്ററും കളക്ടറുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും 1 ohms, 1 ohms അല്ല 0. ohmsലാണ് കാണിക്കുന്നത്, അതായത് ഡെഡ് ഷോർട്ട്. അതേ കണക്കിന് എമിറ്ററും ഗേറ്റും തമ്മിലും ഷോർട്ടിങ് ആണ് 10 ohmsൻ്റെ. ഇനി നമുക്ക് ഇവിടെ ഇതിൻ്റെ ഡയോഡ് കുഴപ്പമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഡയോഡ് പോയിട്ടുണ്ടോ ഇല്ലയെന്ന്. ഇല്ല, നമുക്ക് ഡയോഡ് മോഡലും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഡയോഡ് കറക്റ്റ് റീഡിങ് കാണിക്കുന്നുണ്ട്. ഇനിയുള്ളത് നമ്മുടെ റെക്ടിഫയർ ഡയോഡാണ്. റെക്ടിഫയർ ഡയോഡിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ടിങ് കാണിക്കും 0. അത് ഈ IGBT ഇതിൽ ഇരിക്കുന്നുണ്ടാണ്. അപ്പോൾ നമുക്ക് ആ IGBT ഒന്ന് ഇളക്കി എടുത്തിട്ട് റെക്ടിഫയർ ഡയോഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഹീറ്റ്സിങ് ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു IGBT ഇവിടെ നിന്ന് ഇങ്ങനെ ഓടിച്ചെടുക്കാം. ആംപിയർ 600 വോൾട്ടിൻ്റെ IGBT ആണ് ഇതിൽ കിടന്നത്. ഓക്കെ, അപ്പോൾ ആ IGBT ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഈ ഒരു റെക്ടിഫയർ ഡയോഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ
പോസിറ്റീവ് സൈഡിൽ നെഗറ്റീവ് പ്രോബ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 457 കാണിക്കുന്നുണ്ട്. സെയിം ഓക്കെ. $460, $456. ഇപ്പോൾ റീഡിങ് എല്ലാം കറക്റ്റാണ്. പിന്നെ റിവേഴ്സ് പൊളാരിറ്റിയിലും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൽ ഈ IGBT മാത്രമേ പോയതായിട്ട് കണ്ടിട്ടുള്ളൂ. പോയതായിട്ട് നമുക്കിപ്പോൾ ചെക്ക് ചെയ്തതിൽ ഈ IGBT മാത്രമേ പ്രശ്നമായിട്ട് കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, ആദ്യം നമുക്ക് ഈ IGBT ഒന്ന് റീപ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ പുതിയൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് പവർ കൊടുത്തിട്ട് ഈ ബോർഡ് ഓൺ ആകുന്നുണ്ടോ, നമുക്ക് കംപ്രസറൊക്കെ എടുത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേറെ ഡാമേജസ് എന്തെങ്കിലും കാര്യം, ഇതിനൊരു ഗേറ്റ് ഡ്രൈവർ IC ഉണ്ടാവും, ഇതുണ്ട് ഈ ഇരിക്കുന്നത്. ഈ IC എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. സാധാരണ ഇത് പോയി കഴിഞ്ഞാൽ ഈ IC പോവാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പവർ കൊടുക്കാം. പവർ കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ആകുന്നുണ്ടോ ഇല്ലയെന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സപ്ലൈ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. പവർ കൊടുത്തിട്ടുണ്ട്. ആയി, ഇവിടുത്തെ ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ F1-ൻ്റെ എറർ വന്നിട്ടുണ്ട്. കാര്യം നമ്മൾ ഇതിനകത്ത് സെൻസർ കാര്യങ്ങളൊന്നും കണക്ഷൻ കൊടുത്തിട്ടില്ല. നമുക്കൊന്ന് പവർ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻസറിന് ഒന്ന് കൊടുക്കാം. ഓക്കെ, സെൻസർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൺ ആയതുകൊണ്ട് നമുക്ക് കംപ്രസറിൻ്റെ കണക്ഷനും കൂടെ കൊടുക്കാം. ഞാൻ കംപ്രസറിൻ്റെ കണക്ഷനും കൂടെ ഓക്കെ, അപ്പോൾ ഞാൻ കംപ്രസറിൻ്റെ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് കംപ്രസർ സ്റ്റാർട്ട് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
പവർ ഓൺ ചെയ്യാം. ഔട്ട്ഡോറിൽ LED കത്തി നിൽപ്പുണ്ട്. ഇൻഡോറിൽ 24i കാണിച്ചിട്ടുണ്ട്. ഇൻഡോർ ഫാൻ മോട്ടർ കറങ്ങുന്നുണ്ട്. കംപ്രസർ എടുക്കില്ല, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. കാര്യം ഹീറ്റ് സിങ്ക് വയ്ക്കാത്തതുകൊണ്ടാണ് ഞാൻ ചെക്ക് ചെയ്തിട്ട് പവർ ഓഫ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അധികം നേരം നമുക്ക് ഹീറ്റ് സിങ്ക് ഇല്ലാതെ ഇത് റൺ ചെയ്യിപ്പിക്കാൻ പാടില്ല. ഹീറ്റ് സിങ്ക് വേണം. അപ്പോൾ എന്തായാലും കംപ്രസർ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു ഫോൾട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലും നമ്മൾ ഇത് മാറിയതിന് ശേഷം, അതായത് ഈ IGBT മാറിയതിന് ശേഷം ആദ്യം നമ്മളൊന്ന് സീരിയലിൽ കണക്ഷൻ കൊടുക്കുക. സീരിയലിൽ ആ ബൾബ് നോർമലായിട്ട് ഓൺ ആവുന്നതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മുടെ ഗേറ്റ് ഡ്രൈവർ IC, ഈ കാണുന്ന ചെറിയ IC ഓക്കെയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ സീരിയൽ ബൾബ് നല്ല രീതിയിൽ പ്രകാശിക്കും ഓൺ ആവുന്ന സമയത്ത്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഇതിൽ കംപ്രസർ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം ഈ ഒരു IGBT ഷോർട്ടായത് കൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.